ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ഓരോ ഭിന്നശേഷി വ്യക്തിക്കും ഇണങ്ങുന്ന പിന്തുണാ സംവിധാനം ഉറപ്പാക്കാനാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. 16 പേർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ, 45 പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ എന്നിവയാണ് നൽകിയത്. തടസ്സങ്ങളില്ലാത്ത സാമൂഹ്യ ജീവിതത്തിന് സഹായകരമായ വിധത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായ ഉപകരണങ്ങളും പിന്തുണാ സംവിധാനങ്ങളും നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിതമായി കേരളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് വികസിപ്പിക്കുക എന്ന പ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വിശദീകരിച്ചു. തങ്ങളുടെ ശാരീരികമായ പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങളുടെയും പിന്തുണാ സംവിധാനങ്ങളുടെയും ഉപയോഗത്തിലൂടെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമ്പൂർണമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലുള്ള സ്നേഹപൂർണമായിട്ടുള്ള പരിചരണവും പിന്തുണയും ഭിന്നശേഷി മക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇതും എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിഷ പുത്തൻപുരയിൽ, VP ജമീല, KV റീന, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സെക്രട്ടറി TG അജേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പിണറായി സർക്കാർ ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ